മുന്ന എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് കൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. യഥാർത്ഥത്തിൽ ഇത് മനസ്സിലാക്കി ജോർജ് കുര്യൻ കുറേയും കൂടി ബുദ്ധിപരമായിട്ട് സീറ്റിൽ പതുങ്ങിയിരുന്നു. ഇനി അഥവാ മൂപ്പറ തല വെളിച്ചത്ത് കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹമാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിക്കുമെന്ന് വിചാരിച്ചിട്ട് മൂപ്പർ എഴുന്നേറ്റിട്ടേ ഇല്ല. സുരേഷ് ഗോപി ഒരു നിഷ്കളങ്കനായതുകൊണ്ട് മൂപ്പർ വിചാരിച്ചത് മൂപ്പറെക്കുറിച്ചാണ്, അല്ലെങ്കിൽ മൂപ്പറെക്കൊരു തോന്നലുണ്ടായി അദ്ദേഹത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് വന്നു. പ്രതിപക്ഷ നിരയിലെ ആൾക്കാരെല്ലാം പറഞ്ഞു അത് നിങ്ങളെക്കുറിച്ചല്ലല്ലോ പറഞ്ഞു, നിങ്ങളുടെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടും അദ്ദേഹം ഏതൊക്കെയോ സിനിമകളുടെ പേര് പറയുന്നു, 51 വെട്ടിൻ്റെ കാര്യങ്ങൾ പറയുന്നു. കേരളത്തിൽ ഒരു സിനിമയും നിരോധിക്കണമെന്ന് ഞാനും പറയില്ല, ഞാൻ പ്രദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയും പറയുന്നില്ല. ശരിയാണ്, അതായത് സർഗാത്മകമായി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, വസ്തുതാപരമായി നോക്കിക്കഴിഞ്ഞാൽ സെപ്റ്റിക് ടാങ്കിൽ ഇടേണ്ട ചില പടങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട് ഈ രാഷ്ട്രീയ പ്രൊപ്പഗാൻഡയുടെ ഭാഗമായിട്ട്. കേരള സ്റ്റോറി ഉൾപ്പെടെയുള്ളത്, അതിനൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബ്രാൻഡ് അംബാസഡർ ആയെന്നുള്ള കാര്യവും നമ്മൾ മറക്കണ്ട. പക്ഷേ ആ സിനിമയൊക്കെ അവോളം ഇവിടെ കളിച്ച് ജനങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു പൂച്ചക്കുഞ്ഞ് പോലും അത് കാണാൻ പോയില്ലെന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം.